റാന്നി നോളജ് വില്ലേജിൻ്റെ ഭാഗമായി നടപ്പാക്കി വരുന്ന മറ്റൊരു നൂതന വിദ്യാഭ്യാസ പദ്ധതിയാണ് പാത്ത്ഫൈൻഡർ. നമ്മുടെ കുട്ടികളുടെ കരിയറിനെയും അഭിരുചിയെയും തിരിച്ചറിയുന്നതിനും സ്വപ്നങ്ങളിലേക്ക് അവരെ കൈപിടിച്ചുയർത്തുന്നതിനും വേണ്ടി വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയാണ്. രാജ്യത്ത് ആദ്യമായാണ് ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. 4ാം ക്ലാസ് മുതൽ കോളേജ് തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വിവിധ തലങ്ങളിലൂടെ ഇതുവരെ പാത്ത്ഫൈൻഡർ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, കരിയർ കൗൺസിലിംഗ്, ഒളിമ്പിയ, യുറേക്ക സയൻസ് കോൺക്ലേവ്, മെഗാ കൊമേഴ്സ് വെബിനാർ എന്നീ പ്രവർത്തനങ്ങളാണ് വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കിയത്. ഈ പദ്ധതിയുടെ 2025-26 അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം റാന്നി SC സ്കൂൾ ഓഡിറ്റോറിയത്തിൽ റാന്നി MLA അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഡോക്ടർ ശശി തരൂർ MP ഉദ്ഘാടനം നിർവഹിച്ചു. റാന്നിയിൽ സ്ഥാപിതമാവുകയാണ് 10 കോടി രൂപ സംസ്ഥാന സർക്കാർ ബജറ്റിൽ നീക്കിവെച്ച സ്ഥലമേൽപ്പിക്കൽ പ്രക്രിയ ആരംഭിക്കുകയാണ് എന്നുള്ള സന്തോഷം കൂടി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. സ്ഥാപനങ്ങൾ ആരംഭിച്ചു. നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഏറെയുള്ള റാന്നിയിൽ വിദേശത്ത് പോയി പഠിക്കാനും സൗജന്യമായ റിക്രൂട്ട്മെന്റുമുള്ള ഒഡേപെക്കിന്റെ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അടുത്ത മാസം സ്ഥലം വിട്ടുതരുന്ന മർത്തോമ സഭയുടെ വലിയ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് SC സ്കൂളിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ, നാം ഇവിടെ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്റർ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആരംഭിക്കുന്നു. ഒപ്പം PSC പരീക്ഷയ്ക്കും UPSC പരീക്ഷയ്ക്കും MLA നിലയിൽ സൗജന്യമായി പരിശീലനം നൽകുന്ന കേരളത്തിലെ ആദ്യത്തെ പദ്ധതി മെയ് മാസത്തിൽ ആരംഭിക്കുന്നു. അങ്ങനെ റാന്നിയിൽ ആദ്യമായി, കേരളത്തിൽ ആദ്യമായി വിജ്ഞാന ഗ്രാമസഭകളിലൂടെ ഒരു വൈജ്ഞാനിക മുന്നേറ്റത്തിന് നാം വഴിയൊരുക്കുന്നു. റാന്നി കേരളത്തിന് വലിയ സന്തോഷത്തോടെ എത്തിയിരിക്കുന്നത്. കാരണം വിദ്യാഭ്യാസ മേഖല എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു മേഖലയാണ്. അത് എൻ്റെ ഒരു പലപ്പോ പരീക്ഷ പാസ്സായ കാര്യങ്ങളല്ല, അതിനെക്കുറിച്ച് നല്ല പറഞ്ഞതിന് നന്ദി പറ്റിയാണ് ചോദിച്ചത്. പക്ഷേ അതെല്ലാം കാരണം ഞാൻ ഒരു ഒന്നര വർഷം പറഞ്ഞിട്ടുണ്ട്. 1.5 വർഷം നമ്മുടെ UPA സർക്കാർ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് കേന്ദ്രത്തിൽ പ്രവർത്തിച്ചപ്പോൾ എനിക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ വെല്ലുവിളികൾ, ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് നല്ലോണം അടുത്ത് കാണാൻ സാധിച്ചു. നമ്മുടെ രാജ്യത്തിൽ എനിക്കൊരു സംശയമില്ല, ശ്രീ പ്രമോദ് നാരായണന്റെ കീഴിൽ നടന്ന ഈ പാത്ത്ഫൈൻഡർ ഇനിഷ്യേറ്റീവിനെ പോലെ പല വിദ്യാഭ്യാസ മേഖലയിലെ ഇനിഷ്യേറ്റീവ്സിന്റെ ആവശ്യമുണ്ട്. 2 വർഷമായിട്ട് റാന്നി നോളജ് വില്ലേജിന്റെ കോൺസെപ്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോയത്, അതിനെക്കുറിച്ച് ഞാൻ കേട്ട് വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടം തോന്നിയത് ഈ പാത്ത്ഫൈൻഡറിന്റെ പദ്ധതി തന്നെയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുന്ന വിദ്യാഭ്യാസമാണ് നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന്റെ അതൊരു രഹസ്യം പറഞ്ഞ കാര്യമില്ല. ഇറ്റ് ഈസ് ദ കീ ടു ഡെവലപ്മെന്റ്. ഒരു താക്കോലിന്റെ ഒരു ഉപയോഗമാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം വലിയ വികസനം ഉണ്ടാകുന്നതിന് സത്യം തന്നെയാണ്. നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളെല്ലാം വികസിപ്പിച്ചത് അവരുടെ വിദ്യാർത്ഥികളെ നന്നായി പഠിപ്പിച്ചിട്ടാണ്. അങ്ങനെയാണ് അവർ വികസനം ആരംഭിച്ചത്. അപ്പൊ ഈ പാത്ത്ഫൈൻഡർ എഡ്യൂക്കേഷൻ പ്രോജക്റ്റ് പറഞ്ഞിട്ട് ഞാൻ അഖിൽപുരയിൽ പറഞ്ഞതും പ്രമോദ് നാരായണൻ മനസ്സിലാക്കിയതും ഇതൊരു വിദ്യാഭ്യാസം മാത്രമല്ല, അതിൻ്റെ ഒപ്പം സ്കിൽ ഡെവലപ്മെന്റ്, ഇന്നോവേഷൻ, പ്ലേസ്മെന്റ്, ജോബ് പ്ലേസ്മെന്റ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു പ്രോജക്റ്റാണ്. അതിൻ്റെ അർത്ഥം കുട്ടികളെ പഠിപ്പിക്കുക, പഠിപ്പിൽ അവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലേക്ക് ആക്കുക, എന്നിട്ട് അതിനും കൂടി അവർക്ക് ആവശ്യമുള്ള സ്കില്ല് ചെയ്യുക. ഇതാണ് എൻ്റെ എല്ലാം ഒരു പ്രധാനപ്പെട്ട ആവശ്യം. നമുക്ക് റാന്നി ഒരു മാതൃക മാത്രമല്ല, ഉദാഹരണമാണ്. എൻ്റെ അർത്ഥം റാന്നിയെ കുറിച്ച് നമ്മൾ ഇന്ത്യ മുഴുവൻ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഇവിടെ ചെയ്യുന്ന പാത്ത്ഫൈൻഡർ പ്രോഗ്രാം വഴിക്ക് നിങ്ങൾ കാണിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലും സ്കിൽ ഡെവലപ്മെന്റിലും അതുപോലെ തന്നെ അഖിൽ പറഞ്ഞ പോലെ ജോലി കണ്ടുപിടിക്കാനുള്ള പ്ലേസ്മെന്റ് സഹായം, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എല്ലാ ഭാഗത്തും നിർമ്മിക്കുക ചെയ്യും. എത്ര ആയിരക്കണക്കിന് MLA-മാരും ഈ രാജ്യത്തിൽ എല്ലാവരും നിങ്ങളുടെ MLA പോലെ ചിന്തിച്ചു. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ രാജ്യത്തിൽ നന്നായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പദ്ധതികൾ അത്യാവശ്യമാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ
21-ാം നൂറ്റാണ്ടിൽ പല രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഒരു മാറ്റം എന്താണ്? നിങ്ങൾ എല്ലാവരും അറിയപ്പെടുന്ന കാര്യമാണ്. പണ്ട് കാലത്ത് നിങ്ങളുടെ അച്ഛനമ്മമാരൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പഠിക്കുമ്പോൾ ഓർമ്മശക്തി അത് കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു. ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയതും ടീച്ചർമാർ പറഞ്ഞതും പായാട്ടനുസരിച്ച് പരീക്ഷയിൽ റിപ്പീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹം. ആ കാലമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. കാരണം 21-ാം നൂറ്റാണ്ടിൽ നിങ്ങൾക്ക് മറന്നുപോയ കാര്യങ്ങളൊക്കെ ഒരു ദിവസം നിങ്ങൾ മൊബൈൽ ഫോൺ നോക്കിയാലോ കമ്പ്യൂട്ടർ നോക്കിയാലോ ഒരു സെക്കൻഡിനകത്ത് ഗൂഗിളിൽ മറുപടി കണ്ടുപിടിച്ചാൽ. അപ്പം അതെല്ലാം വേണ്ട. ടീച്ചർമാരോട് എപ്പോഴും പറയും, നിങ്ങൾ അഥവാ ടീച്ചർ ട്രെയിനിങ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കട്ടെ, കുട്ടികളെ എന്താ ചിന്തിക്കേണ്ടതെന്ന് പഠിപ്പിക്കേണ്ട ആ കാലം കഴിഞ്ഞു. അതിനെ പഠിപ്പിക്കൂ എങ്ങനെയാണ് ചിന്തിക്കുന്നത്. നോട്ട് വാട്ട് ടു തിങ്ക് ബട്ട് ഹൗ ടു തിങ്ക്. അതേ അവർക്ക് ആവശ്യമുള്ള 21-ാം നൂറ്റാണ്ടിൽ. കാരണം പരീക്ഷയെ പഠിച്ച് എഴുതി നല്ല മാർക്ക് കിട്ടിയതും ആവശ്യമുണ്ടെങ്കിലും അത് മാത്രം പോരാ. ജീവിതം എന്ന് പറഞ്ഞൊരു പരീക്ഷ 21-ാം നൂറ്റാണ്ടിൽ വരുമ്പോൾ ആ പരീക്ഷ നമ്മൾ മുമ്പ് പഠിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കും. അതിന് വേറെ കാര്യമുണ്ട്. ഓക്സ്ഫോർഡ് മാർട്ടിൻ സ്കൂൾ ഒരു സ്റ്റഡി ഇറക്കി. അതിൽ പറഞ്ഞു 2030 ആകുമ്പോഴേക്കും ഈ ലോകത്തിലെ 30% ജോലികൾ ഇന്നും നിലവിലില്ലാത്ത ജോലികളായിരിക്കും. വിചാരിക്കും 5 വർഷത്തിനകത്ത് വരാൻ പോകുന്ന ഇവരുടെ തൊഴിലവസരങ്ങൾ, ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ഗ്രാജുവേറ്റ് ചെയ്ത് പോയി ജോലി ചെയ്യുമ്പോൾ ആ ജോലി ഇന്ന് ഉണ്ടാക്കിയിട്ടില്ലേ, ആ ജോലി ഇല്ല. ഇന്ന് ആൾക്കാർ ചിന്തിക്കാൻ പോകണമോ പുതിയ ജോലികൾ, പുതിയ രീതികൾ, പുതിയ ടെക്നോളജി വരാൻ പോണേ. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എങ്ങനെ പഠിപ്പിക്കാൻ സാധിക്കില്ല. അതാണ് ഞാൻ പറയുന്നത്. എന്താ ചിന്തിക്കുന്നത് പഠിപ്പിക്കാനില്ല, എന്താ ചിന്തിക്കുന്നത് വേഗം വേഗം മാറുന്നുണ്ട്, നല്ല മാറ്റം വരുന്നുണ്ട്. എങ്ങനെ ചിന്തിക്കേണ്ടതെന്ന് പഠിപ്പിച്ചാൽ അവർക്ക് പുതിയ കാര്യങ്ങൾ അവരുടെ മുമ്പിൽ വരുമ്പോൾ അതിനെ എങ്ങനെ മനസ്സിലാക്കേണ്ടതെന്ന് അവർക്ക് ആ ബുദ്ധിമുണ്ടാവും. അതിനെ എങ്ങനെ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല അവർ പരിഹാരം കൊണ്ടുവരാൻ സാധിക്കുക, അതിലൂടെ അവർക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇത് മാത്രം പറഞ്ഞിട്ട് റാണിയുടെ പാത്ഫൈൻഡർ പല വിധത്തിൽ നമ്മളുടെ ഭാവിക്ക് വേണ്ടി വിദ്യാഭ്യാസവും സാധ്യതകളും കൂടി കൊണ്ടുവരുന്ന ഒരു പദവിയായിട്ട് റാണി അറിയപ്പെട്ടിട്ട് ആസ് എ പ്ലേസ് where education and opportunity will go hand in hand. അത് മാത്രം പറഞ്ഞിട്ട് ഈ പ്രോഗ്രാമിൽ ഈ പദവിയിൽ ഉൾപ്പെടുത്തി പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ കൺഗ്രാറ്റുലേഷൻസ് അർപ്പിച്ചിട്ട് ഞാൻ ഈ ചടങ്ങിനെ ഇന്ന് രാവിലെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. നന്ദി, നമസ്കാരം. തുടർന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ വിവിധ സ്കൂളുകളിലെ കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു. അഭിമന്യ ഡോക്ടർ ജോസഫ് ബർണാബാസ് സബർഗൻ മെത്രാപ്പോലിത്ത മുഖ്യ അതിഥിയായിരുന്നു. ചടങ്ങിൽ കളക്ടർ പ്രേംകൃഷ്ണൻ IAS, ഡോക്ടർ സുരേഷ് കുമാർ, സ്കൂൾ പ്രിൻസിപ്പൽ ബെറ്റി പി ആൻഡോ, അഖിൽ കുര്യൻ, റവറൻ ജോൺസൺ വർഗീസ്, ആഷിഫ് CK, പ്രണവ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സിറ്റി ന്യൂസ്, റാന്നി.